ADM നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഗുരുതര ആരോപണങ്ങളുമായി ADM നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ. പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് പരിയാരത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയെന്നും അനിൽ പി നായർ പറഞ്ഞു. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും അറിയിച്ചത് ആശങ്കകളും സംശയങ്ങളും മാത്രമെന്നും അനിൽ പ്രതികരിച്ചു. അതെങ്ങനെ പറ്റി അതിനുണ്ടേ കഴിഞ്ഞില്ലേ? ഇൻട്രസ്റ്റ് കഴിഞ്ഞില്ലേ? അതെങ്ങനെ പോസിബിൾ ആവും? അതെ, സ്വാഭാവികമായിട്ടും നമ്മൾ അന്ന് വെയിലായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് മിഥുൻ മുരളി. മിഥുൻ, നമുക്കറിയാം ADM നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ പങ്കുവച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ADM നവീൻ ബാബുവിന്റെ ശരീരത്ത് മുറിവുകളോ പാടുകളോ ഒന്നും ഇല്ലായിരുന്നു. മാത്രവുമല്ല, ഇതൊരു തൂങ്ങി മരണമാണ്. എന്നാൽ നഖങ്ങളിലും ചുണ്ടിലും നീല നിറമായിരുന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്നാൽ പോലീസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ അവകാശവാദങ്ങൾ തള്ളുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ദേവിക, ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കുടുംബം പരാതികൾ അറിയിച്ചതാണ്. ഇൻക്വസ്റ്റ് കുടുംബത്തെ അറിയിക്കാതെയാണ് നടത്തിയത് എന്നുള്ളതായിരുന്നു കുടുംബം മുന്നോട്ട് വെച്ച പ്രധാന ആരോപണം. ഇതുതന്നെയാണ് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ ഇപ്പോൾ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദുരൂഹമായ സാഹചര്യത്തിൽ സംശയകരമായിട്ടുള്ള മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ നവീൻ ബാബുവിന്റെ ബന്ധു ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് കുടുംബത്തെ ഇൻക്വസ്റ്റ് പൂർത്തിയായി എന്നുള്ള വിവരം അറിയിച്ചത്. നിയമപരമായി തന്നെ കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ വേണം ഇത്തരം ഇൻക്വസ്റ്റ് നടപടികൾ എന്നിരിക്കെയാണ് ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ അത് പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് അനിൽ പി നായർ പറയുന്നത്. ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല എന്ന കളക്ടറോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതെന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ കുടുംബത്തിന്റെ ആവശ്യം തള്ളി പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പരാതിയായിട്ട് നേരത്തെയും കുടുംബം ആരോപിച്ച അതേ കാര്യങ്ങൾ ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് കുടുംബത്തിന്റെ സാന്നിധ്യമില്ലാതെ തന്നെ വളരെ തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികളിൽ കുടുംബത്തിന്റെ സാന്നിധ്യം വേണം എന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യം പോലും തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു വളരെ വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടമാണ് ഇനിയുള്ളത് എന്ന കുടുംബത്തെ അറിയിക്കുന്നത് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടുള്ളൂ എന്ന് കളക്ടറോട് കുടുംബം ആവശ്യപ്പെട്ടിട്ടും കുടുംബത്തിന്റെ ഈ ആവശ്യം തള്ളിക്കൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് പറഞ്ഞിട്ടും അത് കുടുംബത്തിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്താതെ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയത് എന്നുള്ള പ്രധാനപ്പെട്ട പരാതി നേരത്തെയും കുടുംബം ആരോപിച്ചിരുന്ന അതേ പരാതി തന്നെ അനിൽ പി നായർ, നവീൻ ബാബുവിന്റെ ബന്ധു, തുടക്കം മുതലേ കുടുംബത്തിന്റെ നിയമസഹായങ്ങളും ഒക്കെ ആയിട്ട് ഒപ്പമുള്ള ബന്ധുവാണ് അനിൽ പി നായർ. അദ്ദേഹം ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പറയുന്നത്. ഒപ്പം സർക്കാർ സത്യവാങ്മൂലത്തെയും ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തെയും നവീൻ ബാബുവിന്റെ ബന്ധു തള്ളുന്നുണ്ട്. മിഥുൻ, അതോടൊപ്പം തന്നെ ഈ ആവർത്തിച്ച് പറയുന്ന ആരോപണമാണെങ്കിൽ പോലും ഇതിൽ കൃത്യമായി പരിശോധിക്കേണ്ട ചില കാര്യങ്ങളില്ലേ? കാരണം കുടുംബം പറഞ്ഞത് പരിയാരത്ത് കൊണ്ടുപോകരുത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് പോസ്റ്റ്മോർട്ടം നടപടിക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ട് പോലും അത് ചെയ്തില്ല. കുടുംബം എവിടെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞോ അവിടെ തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി ADM നവീൻ ബാബുവിന്റെ മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത്. ഇത് നടത്തിയത് ആരാണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരാണ്, ഇത് ആരെടുത്ത തീരുമാനമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായ പരിശോധന ആവശ്യമല്ലേ ഈ ഒരു ഘട്ടത്തിൽ? കുടുംബം ഈ പോലീസ് അന്വേഷണത്തിൽ പരാതി ഉന്നയിക്കുന്നതിൽ ഏറ്റവും എടുത്തു പറയുന്ന കാര്യവും ഇതുതന്നെയാണ്. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് കുടുംബം പരാതി ഉന്നയിച്ചിരുന്നു, ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ശരിയായ ദിശയിലല്ല. ഇനിയുള്ള അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതിന് തടസ്സമുണ്ടാക്കുമെന്നുള്ള കാര്യമായിരുന്നു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ
പുറത്തു വന്നിരിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ നവീൻ ബാബുവിന്റെ കുടുംബവും ബന്ധുവും ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആ കാര്യങ്ങളും എല്ലാം ചേർത്ത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന കാര്യവും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ആരാണ് ഇത്തരത്തിൽ വേഗത്തിൽ നടപ്പിലാക്കിയത്, ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി എന്തായിരുന്നു എടുക്കപ്പെട്ട് കാര്യങ്ങൾ നീക്കുപോക്ക് നടത്തിയതിനുള്ള ആവശ്യം എന്തായിരുന്നു, പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യമാണ് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പരിയാരത്ത് തന്നെ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം ആവശ്യമുണ്ട്. ഇക്കാര്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ, ഇത്തരം ഗൂഢാലോചനകൾ, ഇൻക്വസ്റ്റ് വേഗത്തിലാക്കിയത്, പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് നടത്താതിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും അന്വേഷണം വരാത്ത സാഹചര്യം ഇതിലെല്ലാം ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം CBI അന്വേഷണം വേണമെന്ന് കുടുംബം ആവർത്തിച്ച് പറയുമ്പോഴും കേരള പോലീസിൽ നിന്നും ഈ ഒരു അന്വേഷണം CBIയിലേക്ക് കൈമാറരുത് എന്നൊരു നിലപാടാണ് ഹൈക്കോടതിയിൽ സർക്കാർ പോലും സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിനു പിന്നിൽ എന്തെങ്കിലും ദുരൂഹമായ ചില കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പരിശോധന ഇനിയും ആവശ്യമാണ്. മിഥുൻ മുരളിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.